അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കുതിരയ്ക്ക് ചെവിയുമ്പോൾ തൊടാനുള്ളതും വിറ്റിടാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം അത് സെറ്റായിട്ടുണ്ട്, കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇവിടെ, അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തിറക്കിയിരുന്നില്ല കുതിരനെ. അപ്പോൾ ഇന്ന് മഴ കുറവായതുകൊണ്ട് ഇന്ന് പുറത്തിറക്കി നമ്മൾ. പക്ഷേ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ആൾ ചെവിയുമൊക്കെ തൊടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ഓക്കെ, അങ്ങനെ വലിയ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, എന്നാലും കൂടിയും കുഴപ്പമില്ല. ആൾ കുറേയൊക്കെ ബെറ്റർ ആയിക്കണം, ഫാർ ബെറ്റർ ആയിക്കണം. മറ്റേത് അപ്പടിയും ബഹളവും ഒക്കെ ആയിരുന്നു, ബാക്കിലേക്ക് പോക്കായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ഇടയ്ക്കുള്ളൊരു ഇതേ ഉള്ളൂ, പക്ഷേ ആൾ ഓക്കെ ആയിരിക്കണം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ബിറ്റ് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്, ഒരു 11 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, ആദ്യം സമ്മതിച്ചില്ല, പിന്നെ അത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ ആദ്യം ബിറ്റിൻ്റെ ബെൽറ്റ് ഇട്ട് സെറ്റാക്കി, പിന്നെ ലാസ്റ്റാണ് നമ്മൾ ബിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇടുന്നത്. ഓക്കെ, പക്ഷേ ആൾ കുറേയൊക്കെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ആൾ നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഇന്ന് ഇറക്കിയപ്പോൾ തന്നെ ചെവിമളവിടൊക്കെ തൊട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ആൾ റീസെൻ്റായിട്ട് നിന്ന്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് ബിറ്റിട്ട് നോക്കാമെന്നുള്ള രീതിക്ക് പിന്നെ ബിറ്റെടുത്ത് നമ്മൾ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം വിറ്റിടുമ്പോൾ സമ്മതിക്കണ്ടായിരുന്നില്ല, ആൾ പേടിച്ചിട്ട് കൈ തുറന്ന പോലെ ഈ സാധനം കൊണ്ടുവരുമ്പോൾ ആൾക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വിറ്റ് മാത്രം ഊരി, ബെൽറ്റ് മാത്രം കൈ പിടിച്ച്, ഹെഡിൽ മറ്റേ ഹെഡ് ബാൻഡും അതിൻ്റെ മറ്റുള്ള പോർഷൻ മാത്രം നമ്മൾ കൈ പിടിച്ചിട്ട് അത് ഇടിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ ബിറ്റിട്ട് സെറ്റ് ചെയ്ത്, അങ്ങനെ നമ്മൾ ചെയ്ത്. കാരണം ഒറ്റയടി നമ്മൾ ഇത് ഒരു കാര്യം ചെയ്യിക്കുമ്പോൾ കുതിരയ്ക്ക് ആകെ കൺഫ്യൂഷനാവും. സംഭവം ഒന്നുമില്ല ഇതിൽ, നമ്മൾ കുതിരയുടെ പേടി മാറ്റാം. കുതിരയ്ക്ക് എന്താണോ ഇപ്പോൾ ഒരു സ്ഥലത്ത് തൊടുമ്പോൾ പേടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തൊടുമ്പോൾ കുതിര ഭയങ്കര എന്തായിട്ട് ഭയങ്കര അഗ്രഷൻ ആവുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പേടി ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ മാറ്റിയെടുത്തിട്ട് വേണം എന്ത് ചെയ്യുക, നമ്മൾ കുതിരകളെ കൊണ്ടു നടക്കാനായിട്ട്. ഒരിക്കലും ഒരു ബാഡ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യരുത്, അത് അങ്ങനെ തന്നെ വെച്ച് കൊണ്ടു നടക്കരുത്. നമ്മൾ മാക്സിമം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്വന്തം കുതിര നമുക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാം പെട്ടെന്ന്, അത് നിങ്ങൾക്ക് തന്നെ ഉപകാരം ചെയ്യും. പക്ഷേ ബാഡ് ഹാബിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ഇതുണ്ട്, ഒരു എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി നിങ്ങൾ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് നടക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ കുതിരയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ താഴെയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ കാണണമെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, അല്ലാതെ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ, നമ്പർ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ അയച്ചുതരാം. അപ്പം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, നമ്മളൊരിക്കലും അത് എന്താ പറയുക, ഒരു കുതിര ഇതിനെ ഞാൻ ഫസ്റ്റ് വിറ്റിടാൻ പോയപ്പോൾ, അതായത് ഇപ്പോൾ ബാംഗ്ലൂരാണത്, ഇപ്പോൾ ബാംഗ്ലൂർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ വിറ്റിടാൻ പോയ സമയത്ത് ഇതിന് മറ്റേ ചുണ്ടത്തും മറ്റേ കയറൊക്കെ ഇട്ട് പിടിച്ച് ഇതൊക്കെ ഇട്ടിട്ടാണ് ഇതിന് വിറ്റിട്ടത് കേട്ടോ ഈ കുതിരയ്ക്ക്. ഓക്കെ, അപ്പോൾ ഒട്ടും സമ്മതിക്കണമില്ല കുതിര, അത്രയ്ക്ക് അലമ്പായിരുന്നു കുതിര. കൂടെ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അത് അത്രയ്ക്ക് വയലൻ്റായിരുന്നു. വയലൻ്റ് കുട്ടികളതിൻ്റെ വയലൻ്റും ഉണ്ട്, പിന്നെ വിറ്റിടാൻ സമ്മതിക്കാത്തൊരു ആൾക്കൊരു അടിമയുള്ളൊരു ഇതാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം അറിയില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട്, ഞാൻ എന്തായാലും എനിക്ക് ഫ്രീ ആണല്ലോ, അപ്പോൾ നമുക്ക് അതിനെ ട്രെയിൻ ചെയ്തെടുക്കാമെന്നുള്ള രീതിക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി ഇറങ്ങിയത് അതിനെ. ഇനിയിപ്പോൾ വേറൊരു കുതിര കൂടി ഉണ്ട് ട്രെയിനിങ്ങിന്, അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇടണം അതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോസ് കാണും, മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുള്ളൂ. ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ അതേപോലെ അത് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങളുടെ കുതിരയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിലത്തെ ഇതിന്ന് കണ്ടെന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അത് ട്രൈ ചെയ്തതിനെ ക്ലിയർ ചെയ്യാൻ പറ്റി അത്ര നല്ലതല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ട്രെയിനിങ് വീഡിയോസ് മെയിനായിട്ട് ഇടുന്നത്. കൂടുതലും ഞാൻ എൻ്റെ ഇതിൽ കിടക്കുന്ന കൂടുതലും ട്രെയിനിങ് വീഡിയോസാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്താൻ പറ്റിയാൽ അത്ര നല്ലതല്ലേ. നിങ്ങളൊരു ട്രെയിനറെ വിളിച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് അപ്പോൾ നിങ്ങൾക്കൊരു നോളേജ് ആവുകയും ചെയ്യും. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ മാത്രം ഒരു ട്രെയിനറെ വിളിച്ചിട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാണുന്നവർ. ഓക്കെ, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോസ്, കുറേശ്ശെ കണ്ടുപിട്ടി നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് ബിറ്റിടുന്നുണ്ട്, ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ഇതിന് ബിറ്റിടണം. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് നോക്കട്ടെ, ഞാൻ ലാസ്റ്റിലേക്ക് സെറ്റായതിന് ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് സെറ്റായതിന് ശേഷം അതിൻ്റെ വീഡിയോസ് ഇടാൻ പറ്റിയെങ്കിൽ ഇടാം. ഓക്കെ,
അല്ല പിന്നെ ഇപ്പോൾ ഈ നമ്മൾ ഒരു ചെയ്യുന്ന കാര്യം തന്നെ എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. വീഡിയോസിൽ വെറൈറ്റി ഉള്ള കാര്യങ്ങൾ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിന് ബിറ്റിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ നാളെയും ഇത് ബിറ്റിടും, ഊരും ഇത് തന്നെ ചെയ്യുള്ളൂ. ഓക്കെ, അതിലൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കുറേശ്ശെ ചെയ്ത കുതിര ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാവും. അപ്പോൾ ഞാൻ സെറ്റായതിന് ശേഷമുള്ള ഒരു വീഡിയോ ഞാൻ ഒന്നിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുവരും.